ചെറുതുരുത്തിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശിനി സെൽവിയുടേത് കൊലപാതകമെന്ന പോലീസ്. സെൽവിയുടെ ഭർത്താവ് തമിഴരസാണ് കൊലപാതകം നടത്തിയത്. തിയോഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ സെൽവിയുടേത് കൊലപാതകമാണെന്നും ഈ ഭർത്താവാണ് കൊലപാതകം നടത്തിയത് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്താനിടയായ സാഹചര്യം എന്തായിരുന്നു? ആര്യ, ഇന്നലെ രാവിലെയാണ് ചെറുതുരുത്തിയിൽ കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ തമിഴ്നാട് സ്വദേശിനിയായ സെൽവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഭർത്താവായ തമിഴരസ് തന്നെയാണ് നാട്ടുകാരോടും പോലീസിനോടുമൊക്കെ തന്റെ ഭാര്യ മരിച്ചു എന്ന വിവരം അറിയിക്കുന്നത്. പക്ഷേ നാട്ടുകാർ പലതവണ ഇവർ തമ്മിൽ മദ്യപിച്ച് വഴക്കുകൂടുന്നതും സ്ഥിരമായി വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. നാട്ടുകാർ തന്നെ ഇവർ വഴക്കുണ്ടാക്കുന്നതിനെ കുറിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംശയം തോന്നി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഞായറാഴ്ച രാത്രി ഇരുവരും തമ്മിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കിയിരുന്നു. രാത്രി 1 മണിയോടുകൂടി ഈ തർക്കം കയ്യാങ്കളിയിലേക്ക് മാറി. ഒരു മരക്കൊമ്പെടുത്ത് സെൽവിയെ ആക്രമിക്കുകയായിരുന്നു ഇയാൾ. അതിനുശേഷം ഈ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരുന്നു. സ്വകാര്യ ഭാഗത്തും ചെറുകുടലിലും പരിക്കേറ്റിരുന്നു. ഈ ആന്തരിക രക്തസ്രാവം മൂലമാണ് സെൽവി മരിച്ചത്. ഈ മരിച്ചു എന്ന് തോന്നിയതിനെ തുടർന്ന് ഇയാൾ തന്നെയാണ് മൃതദേഹം ഈ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടത്. പിന്നീടാണ് രാവിലെ നാട്ടുകാരോട് തന്റെ ഭാര്യ മരിച്ചതായി പറഞ്ഞത്. വിശദമായ ചോദ്യം ചെയ്യലിൽ അവസാനം ഇയാൾ കുറ്റം പോലീസിനോട് സമ്മതിക്കുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും ഈ ബസ് സ്റ്റോപ്പിൽ സംഭവം നടന്ന ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിന് മുന്നിൽ വെച്ചാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായതും ആക്രമണം നടക്കുന്നതും. അവിടെയും ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ പരിശോധനയും നടത്തിയിരുന്നു. തിയോഫിൻ, അതായത് ഈ തമിഴരസ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണോ മനസ്സിലാക്കുന്നത്? അതോ ഇയാളോട് അബദ്ധത്തിൽ കൊലപാതകം നടന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ആര്യ, ഇവർ ഏറെ വർഷങ്ങളായി ചെറുതുരുത്തി പ്രദേശത്ത്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ചെറുതുരുത്തി പ്രദേശത്ത് താമസിക്കുന്നവരാണ്. പക്ഷേ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കുന്ന, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മദ്യപിക്കാറുണ്ടായിരുന്നു. രാത്രി മദ്യപിച്ച് ഇവർ തമ്മിൽ വഴക്ക് കൂടുന്നതും പതിവായി ഇവർ വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് പലതവണ പോലീസിൽ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രശ്നമാണ്. മറ്റുള്ളവർക്കാർക്കും ഇതുവരെ മറ്റു ബുദ്ധിമുട്ടുകൾ ഇവർ ഉണ്ടാക്കിയതായി ഇതുവരെ നാട്ടുകാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നത് പതിവ് സംഭവമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണ്. കാരണം സെൽവിയുടെ ശരീരത്തിൽ പരിക്കുണ്ടായിരുന്നത് തന്നെയാണ് വളരെ പെട്ടെന്ന് പോലീസിനെ സംശയത്തിലേക്ക് നയിച്ചത്. അതോടൊപ്പം നാട്ടുകാരോട് അന്വേഷിച്ചപ്പോഴാണ് ഇവർ തമ്മിൽ പതിവായി വഴക്കുണ്ടാകാറുള്ള കാര്യവും നാട്ടുകാർ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തത്. ഇതിനാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ആര്യ, പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു അല്ലേ? തീർച്ചയായും പ്രതി ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിക്കുകയും ഇതിനിടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ തെളിവുകൾ അല്ലെങ്കിൽ ഈ കാര്യം സ്ഥിരീകരിക്കുന്നതായിരുന്നു. ആന്തരിക രക്തസ്രാവവും ഗുരുതരമായി സ്വകാര്യ ഭാഗത്തേറ്റ പരിക്കുമാണ് ഈ മരണത്തിന് കാരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായതോടുകൂടിയാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്ന കാര്യത്തിൽ പോലീസിന് ഉറപ്പായത്. ഒന്നുകൂടി വിശദമായ ചോദ്യം ചെയ്യൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും തമിഴരസ് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ആര്യ, ശരി. ചെറുതുരുത്തിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശിനി സെൽവിയുടേത് കൊലപാതകം എന്ന പോലീസ്. സെൽവിയുടെ ഭർത്താവ് തമിഴരസാണ് കൊലപാതകം നടത്തിയത്. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.